നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന് തകർപ്പൻ വിജയം. ഒഡീഷയ്ക്കെതിരെയാണ് 10 വിക്കറ്റിൻ്റെ വിജയം നേടിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റിൻ്റെ റിസൾട്ട് ഉച്ചയോടുകൂടി വന്നപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ ആയിപ്പോയി. അതിൻ്റെ റിസൾട്ടും മറ്റ് അനാലിസിസുകളും പോഡ്കാസ്റ്റ് വീഡിയോ നമ്മൾ റാഫ്റ്റോ ക്രിക്കറ്റ് എക്സ്ട്രയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. അതിനിടക്ക് ഈ ഡൊമസ്റ്റിക് മാച്ച് വീഡിയോ ചെയ്യാൻ ഒരല്പം വൈകി, ക്ഷമിക്കുക. ഏതായാലും സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഇതാ കേരളത്തിന് തകർപ്പൻ തുടക്കം, തകർപ്പൻ ജയം നേടിയിരിക്കുകയാണ്. ഒഡീഷയെ 10 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഒഡീഷ നിശ്ചിത 20 ഓവറുകളിൽ 176 റൺസാണ് അടിച്ചത്, 7 വിക്കറ്റ് നഷ്ടത്തിൽ. കേരളത്തിന് വേണ്ടി കിടിലൻ പ്രകടനം രോഹനേസ് കുന്നുമ്മൽ 121 റൺസാണ് അദ്ദേഹം 60 പന്തിൽ നിന്ന് അടിച്ചത്, 10 ഫോറും 10 സിക്സും. അദ്ദേഹത്തോടൊപ്പം ഓപ്പൺ ചെയ്ത നായകൻ സഞ്ജു സാംസൺ 41 പന്തിൽ നിന്ന് 6 ഫോറും 1 സിക്സും അടക്കം 51 റൺസ് അടിച്ച് പുറത്താകുന്നു. സഞ്ജുവിന് അർദ്ധ സെഞ്ചുറി. എന്നാൽ സഞ്ജുവിനേക്കാൾ മിന്നി കത്തി കളിച്ചത് രോഹനേസ് കുന്നുമ്മലാണ്. അദ്ദേഹത്തിന് 121 റൺസ് അടിക്കാൻ പറ്റി, അദ്ദേഹം സെഞ്ചുറി അടിച്ചു. അപ്പം മത്സരത്തിൽ ഒഡീഷയാണ് ആദ്യം ബാറ്റ് ചെയ്തത്. ഒഡീഷയ്ക്ക് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ബിപ്ലബ് സമൻറൈ. 41 പന്തിൽ നിന്ന് 53 റൺസാണ് അദ്ദേഹം നേടിയിരുന്നത്. കൂടാതെ സംബിത് എസ് ബഴാൽ 32 പന്തിൽ നിന്ന് 40 റൺസ് നേടി. അതോടൊപ്പം തന്നെ ഗൗരവ് ചൗധരി 15 പന്തിൽ നിന്ന് 29 റൺസും മറ്റൊരു ഓപ്പണറായിട്ടുള്ള സ്വസ്തിക് സബാൽ 14 പന്തിൽ നിന്ന് 20 റൺസും അടിച്ചു. അങ്ങനെയാണ് അവർ നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റിന് 176 റൺസ് അടിച്ചത്. കേരളത്തിന് വേണ്ടി നിതീഷ് എം ഡി 4 ഓവറിൽ 35 റൺസിന് 4 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ആസിഫ് കെ എം 4 ഓവറിൽ 24 റൺസിന് 2 വിക്കറ്റുകൾ നേടിയിരുന്നു. അങ്കിത് ശർമ്മ 4 ഓവറിൽ 32 റൺസിന് 1 വിക്കറ്റും വീഴ്ത്തി. മറുപടി ബാറ്റിങ്ങിൽ താണ്ഡവമായിരുന്നു. കാരണം കേരളം 16.3 ഓവറുകളിലാണ് ഈ റൺസ് ചേസ് ചെയ്തെടുത്തത്. സഞ്ജു സാംസൺ 41 പന്തിൽ 51 റൺസ്, 124.39 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം 6 ഫോറും 1 സിക്സറും അടക്കമാണ് അർദ്ധ സെഞ്ചുറി കടന്നത്. രോഹനേസ് കുന്നുമ്മലാവട്ടെ 60 പന്തുകൾ 201.67 സ്ട്രൈക്ക് റേറ്റിൽ 10 ഫോറും 10 സിക്സും 121 നോട്ട് ഔട്ട്, 10 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയമാണ് ഇപ്പം കേരളം നേടിയിരിക്കുന്നത്. ഏതായാലും കേരളത്തിൻ്റെ അടുത്ത മത്സരത്തിനായിട്ട് ആരാധകർ കാത്തിരിക്കുകയാണ്. മികച്ച തുടക്കം വിട്ടതുകൊണ്ട് തന്നെ അതിനൊരു തുടർച്ച എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത മത്സരം നവംബർ 28-നാണ്, അതായത് വരുന്ന വെള്ളിയാഴ്ച റെയിൽവേസിനെതിരെയാണ് കേരളത്തിൻ്റെ മത്സരം. രാവിലെ 9 മണിക്കാണ് മത്സരം ആരംഭിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.